ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംഗ്ലീഷ് എക്സാം ഇങ്ങ് അടുത്തെത്താറായിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇമെയിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഫോർമാറ്റാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം ഇമെയിൽ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഫോമലും ഇൻഫോമലും. നമ്മൾ ലെറ്റർ റൈറ്റിംഗ് പോലെ തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം ഫോമൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോമൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഒരു ഓഫീസർക്കോ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് നമ്മൾ അയക്കുന്ന ഒരു ഇമെയിലാണ് ഫോമൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു എന്താ പറയുക ഒരു നമ്മുടെ ബോക്സ് നമുക്ക് ആവശ്യമാണ്. ദെൻ അത് മാത്രമല്ല നമ്മൾ ആദ്യം കൊടുക്കേണ്ട ടു, ദെൻ ഒരു സെമി കോളം കൊടുത്തിട്ട് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത്, ഇപ്പോൾ ഹസൻ ആണെങ്കിൽ ഹസൻ, ആർക്കാണോ അയക്കേണ്ടത്, ഞാനിത് എക്സാമ്പിളായിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു നമ്പേഴ്സൊക്കെ നമ്മളിങ്ങനെ ന്യൂമറിക്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്താണ് ഇമെയിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബെറ്റർ ആണ്. അപ്പോൾ CC BCC എവിടെ ഒന്നും നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, എവിടെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്ജക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുമല്ലോ എന്താ സബ്ജക്റ്റ് എന്നുള്ളത്. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുക. ദെൻ റെസ്പെക്റ്റഡ് സാർ. ദെൻ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ലെറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മിഡിൽ പോർഷനിൽ നമ്മൾ എഴുതി തുടങ്ങാറുണ്ട്. പക്ഷേ ഈ ഇമെയിലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ മാർജിൻ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി തുടങ്ങണമെന്നുണ്ട് കേട്ടോ. സോ ആദ്യം ഇതിപ്പോൾ നമ്മൾ എവിടെ നിന്ന് എഴുതി തുടങ്ങുന്നു, കണ്ടന്റ് എഴുതുന്നു. ഇപ്പോൾ എവിടെ എത്തിയപ്പോൾ ഒരു പാരഗ്രാഫ് തീർന്നു എന്നിരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു മാർജിൻ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കോമ കൊടുക്കാം. പിന്നെ പേര് നമ്മൾ അയക്കുന്ന ആളുടെ പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇമാജിനലി നമുക്ക് ജോൺ എന്ന് കൊടുക്കാം. പിന്നെ അയാളുടെ അയക്കുന്ന ആളുടെ ഇമെയിൽ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിലാണ് ഫോമൽ. ദെൻ ഇൻഫോമലും ഇതേ ഒരു ഫോർമാറ്റ് തന്നെയാണ്, ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. സിമ്പിളായിട്ട് പഠിക്കാം. ആദ്യം ഇതുപോലെ ടു, പിന്നെ CC BCC. ഓക്കെ, ദെൻ ടു ആർ ക്വസ്റ്റ്യനിൽ തരും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഈ ന്യൂമറിക്സ് ആഡ് ചെയ്യുന്നത് മറന്നുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സബ്ജക്റ്റ് കൊടുക്കാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തരുമല്ലോ, ആ രീതിയിൽ അവിടെ അങ്ങ് ഫില്ല് ചെയ്യുക. പിന്നെ ഡിയർ ഫ്രണ്ട്, അറിയാലോ ഇൻഫോമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് അയക്കുന്ന ഒരു ഇമെയിലാണ്. സോ ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പേരൊക്കെ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. സോ ഡിയർ ഫ്രണ്ട് എന്നിപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ നമ്മൾ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർജിൻ സൈഡിൽ നിന്ന് തന്നെയാണ്. ഒരു പാരഗ്രാഫ് തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മൾ മാർജിൻ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വന്നിട്ട് യുവേഴ്സ് ലവിങ്ലി എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ അയക്കുന്ന ആളുടെ പേരും അയാളുടെ ഇമെയിലും കൊടുക്കാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ സല്യൂട്ടേഷനിൽ കൊടുക്കുന്നൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു എവിടെ ഫെയ്ത്ത്ഫുള്ളി കൊടുക്കുന്നു, ദെൻ അടുത്ത എവിടെ ലവിങ്ലി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസേ ഫോമലും ഇൻഫോമലും ഇമെയിലും തമ്മിലുള്ളൂ കേട്ടോ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. അപ്പോൾ അത് ഫോമലാണോ ഇൻഫോമലാണോ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ അതിനനുസരിച്ച് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് കണ്ടന്റ് നമ്മൾ നിറച്ചെഴുതി കൊടുത്താൽ മതി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ് ഇമെയിൽ, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.